നമസ്കാരം. എനിക്ക് രണ്ടാമത് മോളുണ്ടായ സമയത്ത്, അമ്പാടി ഉണ്ടായ സമയത്ത് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള കുറച്ച് ലേഹ്യങ്ങളുണ്ട്. മോനുണ്ടായ സമയത്ത് അത്രയും ലേഹ്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. കാരണം അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചതൊന്നും എനിക്ക് ശരീരത്തിന് പറ്റിയിട്ടില്ല. വായിക്കും ഒരു ബുദ്ധിമുട്ടാണ് ഒരുപാട് പെട്ടിമരുന്നുകളൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പേഴ്സണലി ഞാനും മാഷും അമ്മയും എനിക്കൊരു ഹോം നേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് നോക്കി പഠിച്ച് എടുത്ത് ചെയ്തിട്ടുള്ളൊരു ലേഹ്യമാണ് കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് നടുവേദന ഉണ്ടെങ്കിലും കാൽഷ്യത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ പ്രസവമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ആകെ ഉടഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഹെൽപ്ഫുള്ളാവുന്ന ഒന്നാണ് പൂക്കുല ലേഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഒരുപാട് കാലം ഇരിക്കില്ല. അതിന് പെട്ടിമരുന്നുകൾ കൂടുതൽ ചേർക്കണം. പക്ഷെ അതൊന്നും എൻ്റെ വയറിന് പറ്റാത്തത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കുകയും ചെയ്യാം. വീട്ടിലുള്ളവർക്കൊക്കെ, കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കണമെന്നില്ല. മുതിർന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഒരു രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ മാത്രം ഒരു ചെറിയ സ്പൂൺ വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് മുടിക്കും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ വീട്ടിൽ തെങ്ങ് വെട്ടിയപ്പോൾ കിട്ടിയ പൂക്കുലയാണ്. നല്ല ഇളം പൂക്കുല നോക്കി തന്നെ എടുക്കുക. നല്ല ഇളമ്പനാണ് കേട്ടോ. ഇത്തിരിയേ ഉള്ളൂ. ഒരു വീട്ടിലേക്ക് ആവശ്യം നമ്മൾ ഒരു തവണത്തേക്ക് ഉണ്ടാക്കാൻ ധാരാളം ഉണ്ട് കേട്ടോ. വളരെ എളുപ്പനാകുമ്പോൾ നല്ല സ്വാദാണ് കഴിക്കാനും. നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ചില ആളുകൾ ഇതിൽ രണ്ടാം പാൽ ഒഴിച്ചത് വേവിക്കുകയാണ് ചെയ്യുന്നത്, എന്നിട്ടാണ് അരയ്ക്കുക. പക്ഷെ ഞാനിവിടെ ആദ്യമേ തന്നെ അരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുക്കറിൽ വേവിക്കണമെന്നില്ല, നേരെ നമ്മുടെ ഒട്ടുരുളിയിലാണ് വേവിക്കാൻ പോകുന്നത്. നമ്മൾ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 500 ഗ്രാമൊക്കെ എന്തായാലും ഉണ്ടാവും. നമുക്ക് അരപ്പ് ഇതിലേക്ക് ഇടാം. ശരിക്കും ഇത് രണ്ടാം പാലിൽ വേവിച്ചിട്ട് അരച്ചിട്ട് എടുക്കുന്നതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുക്കറിലൊന്നും അല്ല വേവിച്ച് ഇത് അന്ന് ചെയ്തത്. ഞാൻ അന്ന് എങ്ങനെ ചെയ്തോ അതുപോലെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടാം പാലിൽ വേവിച്ചിട്ട് അരച്ച് ഇതിലേക്ക് ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ചെയ്യണേ. നാളികേരപ്പാൽ ഞാനിവിടെ 1 നാളികേരമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 നാളികേരം അല്ലെങ്കിൽ ഒരു 4 ഗ്ലാസ്സൊക്കെ നാളികേരം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് അരച്ച് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണിത്. കൈ കൊണ്ട് ഒഴിക്കാണ്ട് നിവൃത്തിയില്ല. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൈ കൊണ്ട് തന്നെ ഒഴിക്കുകയാണ്. അത്രയും വിശേഷമാണ് ഇതൊക്കെ. ഡെലിവറി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഈ വാങ്ങിക്കുന്നത് ചിലപ്പോൾ വയറിനും നാവിനും ഒന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ്, നാളികേരപ്പാലിൽ കിടന്നിട്ടാണ് ഇത് വേവേണ്ടത് കേട്ടോ. നന്നായിട്ട് വേവണം. ആ പാല് മുഴുവനും ഞാൻ ഒഴിക്കാൻ പോവാണ്. അത്രയും വേണ്ട, നിങ്ങൾക്ക് നോക്കിയിട്ടൊക്കെ മതി. ഇപ്പോൾ ഒരു 3 ഗ്ലാസ് തേങ്ങയാണെങ്കിൽ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ച് വെച്ചിരിക്കണത് വെള്ളം, അങ്ങനെ ഒരു കണക്കിനെടുത്താൽ മതി. ഒഴിച്ച് വേവിക്കാം. ശർക്കര വേണമെങ്കിൽ ശർക്കര ഇതേ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനൊന്ന് തിളച്ചിട്ടാണ് ശർക്കര ചേർക്കുന്നത്. ശർക്കര ഒന്ന് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ അതിലും കൂടെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. അവിടെ ഇരിക്കട്ടെ. ഗ്യാസ് അടുപ്പെന്ന് വെച്ചാൽ അടുപ്പ് കത്തിക്കുക. തറവാട്ടിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഞാൻ ശർക്കര ഒഴിക്കുകയാണ് കേട്ടോ. ഒന്ന് ചൂടായി കഴിഞ്ഞാലും മതി ശർക്കര. അപ്പോൾ നല്ല പോലെ ഞാനിവിടെ, എനിക്ക് ഈ പരുവാണ് പാവ് കാച്ചുന്ന പരുവം. പലരും ഇത്തിരി വെള്ളം പോലെയൊക്കെയാണ് എടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ
എൻ്റെ ഒരു പരുവത്തിനാണ് ഇപ്പോൾ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ എന്താണോ പാകം ആ പാകത്തിനാണ് എടുക്കണേ. ശർക്കരയും കൂടെ ഇട്ട് ഇത് മതി. ഭയങ്കര തീ ആളിച്ചിട്ടിട്ട് ഒരു സാധനം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ലേഹ്യങ്ങളൊന്നും ഉണ്ടാക്കിക്കൂടാന്ന് പറയാൻ. ഗുണം കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പം മന്ദാഗ്നിയിൽ ഇട്ടിട്ട് നമ്മൾ പതുക്കെ നന്നായിട്ട് തിളച്ച് വേവിച്ചെടുക്കുക. നമുക്കൊന്ന് വെന്തൂന്നൊരു ഇത് വരും. നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഞാനിപ്പോൾ പൊടികളൊക്കെ ചേർക്കണം. ഇതിലിപ്പോൾ ശരിക്കും മഞ്ഞൾപ്പൊടി ചേർക്കാം, മഞ്ഞൾ ചേർക്കുന്നവരുണ്ട്, മഞ്ഞൾ ചേർക്കുക. അതുപോലെ ചുക്ക്, ജീരകം. പെട്ടിമരുന്നാകുമ്പോൾ നമുക്കൊരു പൂക്കിലേക്കുള്ളത് നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അവർ തരും, ഒരു കണക്കിനുണ്ട്. അത് ശരിക്കും എല്ലാം കൂടെ വയറിന് പറ്റാത്തതുകൊണ്ടാണ് അത്രയും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് ഏലക്കായയുടെ പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ ചുക്കിൻ്റെ പൊടി. ഇതൊക്കെ ഒരു ടീസ്പൂൺ അളവിലാണ് ചേർക്കണത് കേട്ടോ. ആ ഒരു മണവും അതുപോലെ തന്നെ ഇതൊക്കെ ദഹിക്കണ്ടേ നമ്മുടെ വയറിൽ. ഈ നാളികേരപ്പാൽ അതുപോലെ നമ്മുടെ പൂക്കുല ഒക്കെ ദഹിക്കണം നമുക്ക്. അപ്പോൾ വയറിന് അസ്വസ്ഥതകളൊന്നും ഇല്ലാണ്ടിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ എക്സ്ട്രാ നമ്മൾ ചേർക്കണത്. അപ്പോൾ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഏലക്കായ വളരെ മിനിമലായിട്ടുള്ള പൗഡേഴ്സ് മാത്രം ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏലക്കായയുടെ പൊടി, ചുക്കിൻ്റെ പൊടി ഇല്ലാണ്ട് ലേഹ്യം, ചുക്കില്ലാണ്ട് ലേഹ്യം ഇല്ല. അപ്പോൾ ചുക്ക് തന്നെ വേണം, ചുക്കിൻ്റെ പൊടി തന്നെ വേണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടാം. ഇത് ഒന്നും കൂടി ഒന്ന് കുറുക്ക് പരുവാവും. അതുവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ അതിൽ വെള്ളം ചേർത്താണ് അരച്ചത്. അതൊക്കെ പോയി ഇതപ്പോൾ ഒരു നല്ല കുറുക്ക് പരുവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് അരിപ്പൊടിയും കുറച്ച് തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മുറുകും. ലേഹ്യത്തിൻ്റെ ഒരു പാകം കട്ടയായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുഴുവൻ പാലും ഞാനൊന്നും ഒഴിക്കണില്ല, വളരെ കുറച്ച് മാത്രം. നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന പാലിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് നന്നായിട്ട് കലക്കി ഒഴിക്കാം. ഇതിൽ വെള്ളം ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പൊട്ടി ഇങ്ങനെ പോകുന്നത്. ശരിക്കും നമ്മളിപ്പോൾ ഞാൻ വാഴയിലൊക്കെ ഇട്ടിരിക്കണത് മൊത്തം തെറിക്കും, ഇവിടെയൊക്കെ തെറിക്കും. അതുകൊണ്ടാണ് കേട്ടോ വാഴയിലൊക്കെ ഇട്ടിരിക്കണേ. ഈ ഒരു പൊട്ടൽ മുഴുവനായിട്ട് നിന്ന് കഴിയില്ല, എന്നാലും ഒന്ന് സെറ്റിലാവുന്ന സമയത്ത് നമ്മൾ നാളികേരപ്പാലിൽ കലക്കി വെച്ച അരിപ്പൊടിയും കൂടെ ചേർത്ത് കുറുക്കിയെടുക്കുക. പാല് വേണമെങ്കിൽ ബാക്കിയുള്ള ഒരു ഗ്ലാസ് പാൽ നമ്മൾ ബാക്കി നേരത്തെ വെച്ചത് മൊത്തമായിട്ട് ഒഴിക്കാം. അങ്ങനെ ഒരുപാട് തേങ്ങാപ്പാൽ, കാരണം തേങ്ങാപ്പാൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പം അത് എല്ലാം കൂടെ വയറിന് ആവശ്യമില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയ്ക്ക് വെച്ച് നിർത്തുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ലേഹ്യമാക്കി ഇളക്കി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ നേരം എടുക്കും ഒരു നല്ലൊരു ലേഹ്യം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. 1 മണിക്കൂർ നേരം. ഈ സമയത്ത് നമ്മൾ ഒരല്പം നെയ്യ് ഒഴിക്കുകയാണ്. അടിപ്പിടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഒരു ലേശം ഒഴിക്കണത്. പിന്നെ നെയ്യ് നല്ലതാണ് കേട്ടോ, വളരെ കുറച്ച് ഒഴിക്കണുള്ളൂ, ഒരു വലിയ സ്പൂൺ അളവിൽ. ഉരുളിയിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ വിട്ട് വരണം. ഇത് പായിട്ടില്ല, ഒന്നും കൂടെ ആവാനുണ്ട്. വിട്ട് വരുന്ന പരുവാകുമ്പോഴാണ് ഒരു ലേഹ്യപാകം. നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കണവരാണെങ്കിൽ നമുക്ക് അറിയാനുള്ളതാണ് കേട്ടോ. നല്ല പോലെ അരയ്ക്കണം. പൂക്കുല നന്നായിട്ട് അരച്ചില്ലെങ്കിൽ ഇതിങ്ങനെ വേറെ കിടക്കും. കഴിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ശരിക്കും ലേഹ്യം കഴിക്കുന്ന പോലെ കഴിക്കണമെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് അത് വെന്ത് കുറുകി പിന്നെ ഇതുപോലെ അരിപ്പൊടി ഒഴിച്ച് ചേർത്ത് മുറുക്കി എടുക്കണം. ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ആവും.
ഇതധികം നേരം ഇനി ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും. നമ്മൾ ഈ ആദ്യം ഇളക്കുന്നതിൻ്റെ അത്രയും സ്മൂത്ത്നെസ് ഉണ്ടാവില്ല ലേഹ്യം ആയിക്കഴിഞ്ഞാൽ. അതൊക്കെയാണ് നമുക്ക് അറിയാനുള്ള മാർഗ്ഗങ്ങൾ കേട്ടോ. കൈ വേദന എടുക്കും കഴക്കി നമ്മളിങ്ങനെ, കാരണം ഇത് കട്ടി കൂടും, മുറുക്കം കൂടുമ്പോൾ അതുണ്ടാവും. ഇപ്പോൾ കണ്ടോ, അപ്പോൾ എല്ലാം വിട്ടു, ഒക്കെ ഉരുളിയിൽ നിന്ന് വിട്ട് മാറി മാറി വന്നു. ഈ ഒരു പരിവാണ് എൻ്റെ ലേഹ്യത്തിൻ്റെ പാകം എന്ന് പറയണത്. നല്ല പാകത്തിന് ലേഹ്യമായി കഴിഞ്ഞു. ഇനി ചൂടിൽ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അത് ഒന്ന് അടി പിടിക്കും. അപ്പോൾ ഞാനൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് തണുക്കണം. തണുത്തിട്ട് നല്ലൊരു ചില്ല് കുപ്പിയിൽ വായു കടക്കാണ്ട് വെള്ളമൊന്നും ഇല്ലാത്ത കുപ്പിയിലേക്ക് ആക്കി അടച്ചെടുത്ത് വെക്കുക. രാവിലെയോ വൈകുന്നേരമോ ഒരു സ്പൂൺ വീതം കഴിക്കുക. മുതിർന്ന ആൾക്കാർ, പ്രസവം കഴിഞ്ഞ കുട്ടികൾ, അതിപ്പോൾ നോർമലായാലും സിസേറിയൻ ആയാലും ഒക്കെ ഇത് ലേഹ്യം കഴിക്കാനൊരു സമയമുണ്ട് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങി നമ്മൾ കഴിച്ചു തുടങ്ങില്ലല്ലോ. അതൊക്കെ അറിയണവരോട് ചോദിച്ച് ചെയ്യുക. നടുവേദന ഉള്ളവർക്ക് കഴിക്കാം. കർക്കിടക മാസത്തിലും ഉണ്ടാക്കി കഴിക്കാം, ഈ സമയത്തും കഴിക്കാം. ലേഹ്യം നമ്മൾ നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. നല്ല പാകത്തിനുള്ള ചേരുവകളോട് കൂടി ചേർന്ന ലേഹ്യങ്ങൾ ഇന്നും നല്ല തന്നെയാണ്. ഇതിലൊന്നും ഇപ്പോൾ നമ്മൾ അധികരിച്ചിട്ടൊന്നും ചേർത്തിട്ടില്ല. ലാസ്റ്റ് ചില ആളുകൾ തേൻ ഒഴിച്ച് മർദ്ദിക്കും, അതൊന്നും ചെയ്തിട്ടില്ല. എല്ലാം വളരെ പാകത്തിനുള്ള അളവിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാം. അത് കുട്ടികളും ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പൂക്കുല ലേഹ്യം അത്രയും നല്ലതുകൊണ്ടാണ് ഞാൻ എന്തായാലും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. വീണ്ടും കാണാം. താങ്ക് യു.